എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഘടകമാണ് വൃത്തി, ഡിസിപ്ലിൻ, അടുക്കും ചിട്ട എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇത് ആക്ച്വലി കൂടുമ്പോൾ, വൃത്തി കൂടുമ്പോഴോ ഡിസിപ്ലിൻ കൂടുമ്പോഴോ അടുക്കും ചിട്ട കൂടുമ്പോഴോ ഇത് ആക്ച്വലി ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളായാണ് മാറുന്നത്. ഈ ഒരു രോഗത്തിന് പറയുന്ന പേരാണ് OCD or Obsessive Compulsive Disorder, or we will be saying it as OCPD, Obsessive Compulsive Personality Disorder എന്നും നമ്മളിതിനെ സൈക്യാട്രിയിൽ വിശേഷിപ്പിക്കാറുണ്ട്. ഇനി എന്താണ് OCD? ഇതൊരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറാണ്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അനിയന്ത്രിതമായിട്ടുള്ള, മാത്രമല്ല യുക്തിരഹിതമായിട്ടുള്ള ഒരു തരം ഡിസീസാണിത്, ഒരു തരം രോഗമാണിത്. ഇനി എന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇൻറ്റൻഷ്യലി നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. ഇത് അനാവശ്യമായിട്ടും അധികമായിട്ടും റെപ്പറ്റേറ്റീവായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കും. ഇത് മാത്രമല്ല, നമുക്കിത് കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പം നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവും. നമ്മളിത് കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഒബ്സഷനായി മാറുന്നത്. ഈ ഒബ്സഷൻ തന്നെയാണ് കമ്പൾഷനായി മാറുന്നത്. ആൻഡ് ഇത് തന്നെയാണ് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറായി മാറുന്നത്. അങ്ങനെയാണ് ഈ ഡിസീസിൻ്റെ ഒരു പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ. ഈ OCD എന്ന് പറയുമ്പോൾ അത് പേഷ്യൻറ്റിന് തന്നെ അറിയാം, രോഗികൾക്ക് തന്നെ അറിയാം ഇത് ആക്ച്വലി ഇത് ചെയ്തുകൂടാ, ഇതെനിക്കൊരു പ്രശ്നമുണ്ട്. ഒരു 95% ആളുകളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. അവർക്ക് മനസ്സിലാവും ഈ ഓവർ വൃത്തി പാടില്ല, അമിതമായിട്ടുള്ള ഈ ഒരു കാര്യം തെറ്റാണെന്നുള്ളത്. ഇനി ബാക്കി 5% പേഷ്യൻസിൽ അവർ വിചാരിക്കുന്നത് നോർമൽ ആണെന്നുള്ള കാര്യം. ഇനി OCD പല ആൾക്കാരിലും പല രീതിയിലുള്ള പ്രസൻറ്റേഷനാണ്. ചില ആൾക്കാരിൽ അമിതമായിട്ടുള്ള ജെർമോഫോബിയ എന്ന് പറയും. ജെർമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം കൈ കഴുകും. ഒരു പ്രാവശ്യം കഴുകിയാലും രണ്ടാമതും പോയി കഴുകും, മൂന്നാമതും പോയി കഴുകും. എപ്പോഴും വിചാരിക്കും എനിക്ക് കൈ വൃത്തിയാകുന്നില്ല, ഇനി കയ്യിൽ ജേംസ് ഉണ്ടാവുമെന്ന്. ഒരുപാട് പ്രാവശ്യം കൈ സാനിറ്റൈസ് ചെയ്യും. ഇനി ഒരുപാട് പ്രാവശ്യം കൈ ഇങ്ങനെ കഴുകി മോയ്സ്ചർ കണ്ടന്റ് കാരണം ഒരുപാട് രീതിയിലുള്ള ത്വക്ക് രോഗങ്ങൾ വരും, സ്കിൻ ഡിസീസസ്, സ്കിൻ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. ചില ആൾക്കാർ മണിക്കൂറോളം എടുത്ത് കുളിക്കാറുണ്ട്. ഒരുപാടധികം പേഷ്യൻസ് ക്ലിനിക്സിൽ വരാറുണ്ട്. ലൈക്ക് ഒരുപാട് ടാങ്ക് വെള്ളത്തിൽ അവർ കുളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 1-2 ടാങ്ക് വെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഈ ഒരു കുളി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി മോയ്സ്ചർ കണ്ടന്റ് സ്കിന്നിൽ നിന്ന് ഒരുപാടധികം ത്വക്ക് രോഗങ്ങൾ വരാറുണ്ട്. ഇനി ഒരുപാടധികം ആൾക്കാർ എടുക്കുന്ന പാത്രം വൃത്തിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം കഴുകുക. എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒരു ആളുണ്ട്. ലൈക്ക് ആ ആളെന്ന് പറയുമ്പോൾ പാത്രം എടുത്തിട്ട് സോപ്പിട്ട് കഴുകും, സോപ്പ് പൊടിയിട്ടിട്ട് കഴുകും, പുളി ഇട്ടിട്ട് കഴുകും, ഉപ്പിട്ടിട്ട് കഴുകും, ചൂടുവെള്ളം വെച്ച് കഴുകും. എന്നാൽ പോലും വിചാരിക്കും പാത്രം വൃത്തിയായില്ല. ഇനി ഒരു തരത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഇനി ഈ OCD ഇങ്ങനെ ആയിരിക്കും ആദ്യം വരുന്നത്. ഇനി OCDയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ OCD വരാൻ ഒരുപാട് സമയമെടുക്കും. ഈ ഒരു ഡിസീസ് പ്രോഗ്രസ് ആവാൻ ആക്ച്വലി കുറേ വർഷങ്ങൾ എടുക്കും. ചിലപ്പോൾ ഇത് 30 വർഷം എടുക്കാം, ചിലപ്പോൾ 20 വർഷം എടുക്കാം. ഈ ഒരു ഡിസീസ് വളരെ പതുക്കെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറെ എല്ലാ സൈക്യാട്രിക് ഡിസോർഡേഴ്സിനെക്കാളും ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റാനും ഭയങ്കര പാടാണ്. കാരണം ഈ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മളൊരു OCD പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പറയുന്ന കാര്യം, ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ആദ്യമൊന്നും വലിയ മാറ്റം തോന്നത്തില്ല. ആദ്യം ഒരിക്കലും റിമാർക്കബിൾ ആയിട്ടൊരു ചേഞ്ച് ആ പേഷ്യൻറ്റിന് കാണാൻ പറ്റത്തില്ല. കാരണം രോഗം വരാൻ തന്നെ ഒരുപാട് നാളെടുക്കും, ഒരുപാട് വർഷം എടുക്കും. അപ്പോൾ ഈ ട്രീറ്റ് ചെയ്ത് മാറ്റാനും ഒരുപാട് നാളെടുക്കും. ആക്ച്വലി കുറച്ച് നാളെടുക്കും. നമ്മുടെ മരുന്നിനോടും ട്രീറ്റ്മെൻറ്റിനോടും പേഷ്യൻ്റ് റിയാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് നാളെടുക്കും. അപ്പോൾ അതാണ് ഈ OCD ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി OCD ഇപ്പോൾ ആദ്യം നമുക്ക് ഒരു അഡോളസെന്റ് ലൈഫിൽ, ഈവൻ പീഡിയാട്രിക് കേസുകളിൽ പോലും നമുക്ക് ഈ OCD കാണാറുണ്ട്. അപ്പോൾ ഇത് പ്രോഗ്രസ് ആയി വരുന്നതെന്ന് പറഞ്ഞാൽ ചിലവർക്ക് ജെർമോഫോബിയ ആയിരിക്കാം, ചിലവർക്ക് ഇതുപോലത്തെ ഉള്ള പ്രശ്നങ്ങളിൽ തുടങ്ങി ഇതൊരു അഡോളസെന്റ് ഏജിലേക്ക് ആവുമ്പോൾ ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇതിപ്പം ആക്ച്വലി ഈ ഒരു OCD എന്ന് പറയുന്നത് ബ്രെയിനിന്റെ പ്രശ്നമാണ്. ഒരു ബ്രെയിനിന്റെ, നമ്മുടെ തലച്ചോറിന്റെ അകത്തുള്ള ഒരു ഡിസ്ഫങ്ഷനാണ്. ഇനി ചില ആളുകളിൽ ഈ ഒരു OCD ചില തരത്തിലുള്ള സെക്ഷുവൽ രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് വരും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മോറൽസ്, നമ്മുടെ ബിലീവ്സ്, നമ്മുടെ റിലീജിയസ് ബിലീവ്സ്, നമ്മുടെ ഏതെങ്കിലും ദൈവങ്ങൾക്ക് എതിരായിട്ട്, ഇപ്പം നമ്മൾ ഏതെങ്കിലും ദൈവത്തിനെ വിശ്വസിക്കുക എന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ചിത്രങ്ങൾ ഏതെങ്കിലും അശ്ലീല രീതിയിൽ കാണുകയോ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പേരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ചിത്രങ്ങൾ അശ്ലീല രീതിയിൽ കാണുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർണോഗ്രാഫിക് കണ്ടന്റ് ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുകയോ, ഇനി ആ ലിങ്ക് ചെയ്തിട്ട് നമുക്ക് കുറ്റബോധം ഉണ്ടാവും. മനസ്സിലായില്ലേ?
നമുക്ക് ആ ഒരു കാര്യം നമുക്ക് കാണാൻ ആഗ്രഹമില്ല. നമ്മളുടെ ഇന്റൻഷനായിട്ട് വരുന്നതല്ല, അത് അൺഇൻറ്റൻഷനലി നമുക്ക് നമ്മുടെ കൺട്രോളിലല്ലാതെ തന്നെ വന്നിട്ട് അങ്ങനൊരു നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്, ഇപ്പം എനിക്ക് തന്നെ കുറച്ച് ആൾക്കാരെ അറിയാം, ഈ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെയധികം ദൈവത്തിന് വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിനെ പറ്റി ചീത്ത വരും, ദൈവത്തിനെ പറ്റി അശ്ലീല ചിത്രങ്ങൾ വരും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് വന്നിട്ട് അവർക്ക് ഒരുപാടധികം ടെൻഷൻ ഉണ്ടാവും, ഒരുപാടധികം ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു OCD തന്നെ ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഈ OCD തന്നെ സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഈ OCD തന്നെ ഒരുപാട് കുറ്റബോധത്തിൽ ആയിട്ടാണ് പല ആൾക്കാരും സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് പോകും. അപ്പോൾ OCD തന്നെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാറുണ്ട്, OCD തന്നെ മാനിയയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. OCD ഒരുപാടധികം സൈക്കാട്രിക് ഡിസോർഡറിലേക്ക് നമ്മളെ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പ്രശ്നം ലൈക്ക് റിലീജിയസ്, നമ്മുടെ മോറൽസിനും ബിലീഫ്സിനും ഇതിനെല്ലാം എതിരായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെതിരായിട്ട് അങ്ങനെയുള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ അകത്തുള്ള റുബ്രോസ്പൈനൽ ട്രാക്ട് അല്ലെങ്കിൽ റുബ്രോസ്പൈനൽ ട്രാക്റ്റിൻ്റെയും അല്ലെങ്കിൽ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെയൊക്കെ ചെറിയ രീതിയിലുള്ള ഡിസ്ഫങ്ഷൻ കാരണമാണ് ഈ ഒരു രീതിയിലുള്ള OCD വരാറുള്ളത്. ഇതൊരു പ്രോഗ്രഷൻ ഓഫ് OCD ആണ്. ഇനി ഇത് പ്രോഗ്രസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാതെ ഇരുന്നിരുന്ന് വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ ലൈഫിൽ ഇത് പ്രശ്നം വരാറുണ്ട്, കുടുംബജീവിതത്തിൽ പ്രശ്നം വരാറുണ്ട്. ഇനി കുടുംബജീവിതത്തിൽ എങ്ങനെ പ്രശ്നം വരാറുള്ളതെന്ന് പറയുമ്പോൾ സംശയ രോഗങ്ങൾ ഉണ്ടാവാം. എല്ലാ റിലേഷനിലും ട്രസ്റ്റ് ഉണ്ടാവാതിരിക്കും, റിലേഷൻസിലും പെർഫെക്ഷൻസ് ഇല്ലാന്ന് തോന്നും. അപ്പോൾ സംശയ രോഗമായും ഈ OCD മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ പലതരത്തിലുള്ള പേഷ്യൻസിലും കാണാറുള്ളത്. ഒരുപാടധികം ആളുകളെ അറിയാം, ഈവൻ OCD വന്ന് ഇതുപോലെ ഒരു കുട്ടി, ഒരു പീഡിയാട്രിക് ചൈൽഡിൽ ഇതുപോലത്തെ OCD വന്നു, ലൈക്ക് ഒരു 8-9 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇതുപോലെ OCD വന്നിട്ട് ആ കുട്ടിയുടെ അമ്മയെ പറ്റി ആ കുട്ടി ഒരുപാട് രീതിയിലുള്ള സെക്ഷൽ കണ്ടന്റ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ആ കുട്ടിക്ക് ഇത് ആലോചിച്ച് ഭയങ്കര സങ്കടമാണ്. ഈ കുട്ടി ഇരുന്ന് കരയാൻ തുടങ്ങും, എപ്പോഴും ഇരുന്ന് കരച്ചിലാണ്. പക്ഷേ ഈ കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഈ കുട്ടി വിചാരിക്കുന്നുണ്ട്, ഇത് ഞാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, ആളുകൾ എന്നെപ്പറ്റി എങ്ങനെ എന്നെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. ആക്ച്വലി ഈ ഒരു കുറ്റബോധത്തിൽ ഈ കുട്ടി എന്നും കരച്ചിലും ഈ കുട്ടിയുടെ പെർഫോമൻസിനെയും ഈ കുട്ടിയുടെ പഠിത്തത്തിനും അക്കാഡമിക്സിനും എല്ലാം ബാധിക്കാൻ തുടങ്ങി. ഇനി വേറെ ടൈപ്പ് ആൾക്കാരുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്, ലൈക്ക് അവർ വന്നിട്ട് എപ്പോഴും സംശയമാണ്. ഡോറ് പൂട്ടിയോ, ഡോറ് അടച്ചോ, ഇത് ചെയ്തോ, ഗ്യാസ് പൂട്ടി വെച്ചോ, ഗ്യാസ് ഓൺ ചെയ്തിട്ടേക്കുവാണോ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സംശയം. ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് എപ്പോഴും അമ്മയെ സംശയം, അച്ഛനെ സംശയം, ഭാര്യയെ സംശയം, ഭർത്താവിനെ സംശയം, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഏത് സമയവും കൈ കഴുകണം, ഏത് സമയവും അവർക്ക് ജെർമോഫോബിയയുടെ ഒരു തരം സിംറ്റംസ് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാടധികം ഇങ്ങനെയുള്ള ആൾക്കാർ കാണിക്കും. ഒരു തരം ആൾക്കാരുണ്ട് ലൈക്ക് അവർക്ക് എപ്പോഴും അവർക്ക് അസുഖങ്ങൾ വരുമോ, അവർക്ക് ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടുവോ, അങ്ങനെയുള്ള പേടിയുള്ളവരുണ്ട്. ഒരു തരത്തിലുള്ള ആൾക്കാരുണ്ട് ലൈക്ക് ആ ആൾക്കാരിലേക്ക് എപ്പോഴും ഇപ്പം നമ്മുടെ ചില മന്ത്രങ്ങൾ ഇപ്പം അവരുടെ മനസ്സിൽ തന്നെ വിചാരിക്കും, ഞാൻ ഈ മന്ത്രം ഇത്ര നേരം പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഇത്ര നേരം ഞാൻ നടന്നില്ലെങ്കിൽ, ഇത്ര വലത് ഞാൻ വെച്ചില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും വിപത്ത് സംഭവിക്കും, എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരും. അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ട്. ഇനി ചില ആൾക്കാരുണ്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ 3 പ്രാവശ്യം സ്റ്റെപ്പ് കയറി ഇറങ്ങും, അല്ലെങ്കിൽ 5 പ്രാവശ്യം സ്റ്റെപ്പ് കയറി ഇറങ്ങും. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. കാരണം അവർ വിചാരിക്കും ഞാൻ ഇത്രയും പ്രാവശ്യം സ്റ്റെപ്പ് കയറി ഇറങ്ങിയില്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ ദിവസം ബാഡ് ആയിരിക്കും, എനിക്കൊരു ബാഡ് ഒമൻ ആവും എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള പേഷ്യൻസ് ആണ് ഈ OCDയിലുള്ളത്. അപ്പോൾ OCD ആക്ച്വലി ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട ഒരു ഡിസീസ് തന്നെയാണ്. ഇത് ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്, ഇത് ട്രീറ്റ് ചെയ്ത് തന്നെ മാറ്റേണ്ടതാണ്. ഇനി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും ഇത് വളരെയധികം പെട്ടെന്ന് മാറത്തില്ല, ഒരല്പം സമയമെടുത്ത് മാത്രമേ ഈ ട്രീറ്റ്മെൻറ്റ് മാറത്തുള്ളൂ. പേഷ്യൻ്റ് എപ്പോഴും മരുന്നിനോടും ട്രീറ്റ്മെൻറ്റിനോടും റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഒരല്പം സമയം എടുക്കും. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം. കാരണം ഈ ഡിസീസ് വരാൻ തന്നെ ഒരുപാട് നാളെടുക്കും. 30 വർഷം 40 വർഷമൊക്കെയാണ് ചിലപ്പോൾ ഇത് OCD പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേറൊരു ഡിസീസ് പോലെ, ഡിപ്രഷൻ പോലെ, അല്ലെങ്കിൽ വേറൊരു മാനസിക പ്രശ്നം പോലെ ഇത് വളരെയധികം പെട്ടെന്ന് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഡിപ്രഷൻ ആണെങ്കിൽ നമുക്കറിയാം, മാനസിക സമ്മർദ്ദമാണെങ്കിൽ നമുക്കറിയാം, അത് പെട്ടെന്നൊരു ട്രോമ കാരണമായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു ഏജ് പാറ്റേണിലായിരിക്കും വരുന്നത്, ഒരു ഏജിൻ്റെ ഒരു പാർട്ടിലായിരിക്കും വരുന്നത്. അത് പെട്ടെന്ന് വരും. നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിച്ച് ട്രീറ്റ് ചെയ്ത് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു 10-15 ദിവസത്തിൽ തന്നെ അത് ഒന്ന് സബ്സൈഡ് ആവും, സിംറ്റംസ് ഒന്ന് സബ്സൈഡ് ആവും. പക്ഷേ OCDയിൽ അങ്ങനെയല്ല. OCD എപ്പോഴും
അത് ഭയങ്കര പാടാണ് മാറാനായിട്ട്. ഒരുപാട് നാളെടുക്കും. ആ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് നാൾ നമ്മൾ എടുത്ത് കൊണ്ടുപോകണം. മാത്രമല്ല OCD പേഷ്യൻസ് മരുന്ന് കഴിക്കാനും ഭയങ്കര പാടാണ്. ഇപ്പം നമ്മൾ മരുന്ന് കൊടുത്താലും അവർ ഈ മരുന്ന് പല ടൈംസ് അവർ എടുക്കാതിരിക്കും. കാരണം ഞാൻ പറഞ്ഞു OCD നമുക്ക് ആക്ച്വലി ആദ്യം വരുന്നത് അവർക്ക് തന്നെ മനസ്സിലാവും. ഒരു ഗ്രൂപ്പ് 95% ഓഫ് പീപ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് മനസ്സിലാവും ഇത് ആക്ച്വലി ചെയ്യുന്നത് യുക്തിരഹിതമാണ്, ഇത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ റെപ്പറ്റീറ്റീവായിട്ട് അത് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊരു 95% ഓഫ് പീപ്പിൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനാണ്. ഇനി ഈ ഡിസീസ് പ്രോഗ്രസ് ആയി വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് കാണുന്നതും ഈ OCD ഉള്ള മെയിൻ പേഷ്യൻസും കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ രോഗം നല്ല മൂർച്ഛിച്ച് വരുമ്പോഴായിരിക്കും കൊണ്ട് കാണിക്കുന്നത്. കാരണം ഇത് കണ്ടുപിടിക്കാൻ തന്നെ നല്ല പാടാണ്, അവർക്ക് തന്നെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ചില ആൾക്കാർ വിചാരിക്കും ഞാനിത് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോണത്, വളരെ നോർമൽ അല്ലേ, ചെറിയ കാര്യമല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നിരുന്ന് ഒരു 20 വർഷം കഴിയുമ്പോൾ അവരുടെ വ്യക്തി ജീവിതത്തിനെയും ദൈനംദിന ജീവിതത്തിനെയും ഇത് ഒരുപാടധികം ബാധിക്കും. അപ്പോൾ ഈ ബാധിക്കുമ്പോഴാണ് പേഷ്യൻ്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഇനി ഹോസ്പിറ്റലിലേക്ക് വന്നാൽ തന്നെ ഇത് മരുന്ന് കഴിച്ച് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇനി ഹോസ്പിറ്റലിലേക്ക് വന്നാൽ തന്നെ പേഷ്യൻ്റ് മരുന്ന് കഴിക്കാനും തോന്നത്തില്ല. കാരണം ഒരു ടൈം എത്തുമ്പോൾ പേഷ്യൻ്റ് വിചാരിക്കും ഇതൊന്നും കുഴപ്പമില്ല, എനിക്കൊരു അസുഖവും ഇല്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത് തന്നെ. പക്ഷേ സൈക്കാട്രിയിൽ വളരെയധികം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് OCDക്ക് അവൈലബിൾ ആണ്. ആ OCD ട്രീറ്റ് ചെയ്യുക തന്നെ വേണം. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ OCD പ്രോഗ്രസ് ആയി ഒരു ലാർജ് സ്പെക്ട്രത്തിലേക്ക് ഈ ഒരു ഡിസീസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ OCD തന്നെ നമുക്ക് ഒരുപാടധികം ഡിപ്രഷനും ആങ്സൈറ്റി പ്രശ്നങ്ങളും അതുപോലെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസീസ് മുതൽ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്സിൽ പോലും ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈവൻ പലതരത്തിലുള്ള ഇപ്പം എനിക്ക് തന്നെ അറിയാനുള്ള ഒരുപാടധികം റിലേഷൻസ് ബ്രേക്കപ്പ് ആവാനും ഒരുപാടധികം ഡിവോഴ്സസിനും ഒരുപാടധികം സൂയിസൈഡ്സിനും സംശയരോഗങ്ങൾക്കും എല്ലാം കാരണമായി OCD നിൽക്കാറുണ്ട്. അപ്പോൾ OCD എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തിനെ വില കുറച്ച് കാണാതെയോ അല്ലെങ്കിൽ ഇതൊരു അസുഖമല്ല, ഇതൊരു പ്രശ്നമല്ല എന്ന് ഉള്ള അവഗണനയോ ഒന്നും ഇതിന് പാടില്ല. നിങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലും തന്നെ OCDയുടെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ചിന്തയോ ഒരു സ്വഭാവ വൈകല്യമോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ച് അവർക്ക് വേണ്ടത്ര ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും അവർ ഈ അസുഖത്തിൻ്റെ കാഠിന്യത്തിനെ പറ്റിയും അതിൻ്റെ പ്രോഗ്രഷനെ പറ്റിയും പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരിക്കേണ്ടത് ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി OCD പോലത്തെ ഒരു ഡിസീസിന്. അപ്പോൾ ഇനിയും പുതിയ നല്ല മെഡിക്കൽ ടോപ്പിക്കുകളുമായിട്ട് പുതിയ വീഡിയോസ് കാണുന്നത് വരെയും ഇറ്റ്സ് മീ പ്രണവ് പി നായർ ഫ്രം പെയിൻസ് അഗെയിൻ. ബൈ.